ഭഗവാനെ വാഴ്ത്തുന്നു, ഭഗവാനെ വാഴ്ത്തുന്നു. ശരണം ശരണം ഗുരു ശരണം മമ ശരണം ശരണം തവ ചരണം തവ ചരണം. ഭഗവാനെ വാഴ്ത്തുന്നു, ഭഗവാനെ വാഴ്ത്തുന്നു. ഏഴയാം ഞാൻ എൻ്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ. മാലിന്യമാകെയും മാറ്റുവാനതിനുള്ള ജ്ഞാനമെൻ്റെ ആത്മാവിൽ നൽകണമേ. ഭഗവാനെ വാഴ്ത്തുന്നു. ആഗമകാതലേ ആദിനാഥ എൻ്റെ ആത്മാവിൽ വാഴുമാറാകണമേ. മാലിന്യമൊന്നുവൻ ആത്മാവിൽ ബാധിക്കാൻ കാരണമാകാതെ സൂക്ഷിക്കണേ. കാരണമാകാതെ സൂക്ഷിക്കണേ. നിഷ്കളങ്ക ജ്ഞാനം എപ്പോഴും ഉൾക്കാമ്പിൽ ഉൾപ്രകാശമായി കാണണമേ. നിഷ്കളങ്ക ജ്ഞാനം എപ്പോഴും ഉൾക്കാമ്പിൽ ഉൾപ്രകാശമായി
ജ്ഞാനസ്വരൂപന്റെ പരമകാരുണ്യത്തിലൂടെ അനുവദിച്ചു തരുന്ന പുണ്യങ്ങളെ അനുഭവിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന മനോമന സന്താനങ്ങളെ സർവശക്തിയുടെ കാരുണ്യത്തിലൂടെ ഈ ലോകത്തിലേക്ക് താൻ അനുവദിച്ചു തരുന്ന ഓരോ സൽക്കർമ്മ വഴികളിലൂടെയും പുണ്യങ്ങളെ ആത്മാവിൽ സ്വാംശീകരിച്ച് പുണ്യവാന്മാരും പുണ്യവതികളുമായി വളരുവാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇപ്രകാരം പുണ്യമാതാവിൻ്റെ ജന്മദിനവും ഈ ഞായറാഴ്ചയും പക്കനാൾ ദിനവും ഒത്തുചേർന്ന് വന്നിരിക്കുന്ന ഈ പുണ്യദിനത്തിൽ പരമപുണ്യവാനാകുന്ന ജഗദീശ്വരന്റെ മഹാകാരുണ്യത്തിന് വേണ്ടി നമ്മൾ ആരാധന നടത്തുന്നു. ജഗദീശ്വരന്റെ തിരുവെഴുന്നള്ളത്തും അനുഗ്രഹവും ആനന്ദ നടനവും ജ്ഞാനാഭിഷേകവും ഭക്തലോകത്തിന് അനുഭവമാക്കിക്കൊണ്ട് ജഗദീശ്വരനെ ആരാധന നടത്തി തരുമാറാകട്ടെ. നമുക്ക് വളരെ അത്യാവശ്യമായി നടക്കാനിരിക്കുന്നത് നമ്മുടെ 12 വെള്ളിയാഴ്ച വ്രതത്തിന്റെ സമാപന ചടങ്ങുകളാണ്. നാടിന്റെ നാനാഭാഗങ്ങളിലും വിദേശത്തും സന്താനങ്ങൾ ആർത്തിയോടുകൂടി ഒരുക്കപ്പെടുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ വളരെയേറെ ആശങ്കകളുണ്ട്. ഈ മഹാരോഗം ഇങ്ങനെ കവർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് തീർത്ഥാടകരായി എത്തുക, എപ്രകാരമൊക്കെയാണ് നടത്തുക എന്നൊക്കെ വളരെയേറെ ആശങ്കകളുണ്ട്. ജഗദീശ്വരന്റെ കൽപ്പന അത് പാലിക്കാനാണ് ഭക്തസന്താനങ്ങൾ ഒരുങ്ങുന്നത്. ജഗദീശ്വരനാണ് ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥാപകൻ. ജഗദീശ്വരനാണ് സർവ്വ നിയമങ്ങളുടെയും ഉടമസ്ഥൻ. അപ്രകാരം ജഗദീശ്വരനാൽ സ്ഥാപിക്കപ്പെട്ട ഈ നിയമത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല എന്ന അടിയുറച്ച വിശ്വാസത്തോടുകൂടി ആരെല്ലാം വ്രതമനുഷ്ഠിക്കുന്നുവോ, ആരെല്ലാം യാചിച്ച് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, ആ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ട് ഈശ്വരൻ നമ്മുടെ തീർത്ഥാടന മഹാമഹം ഉന്നതമായി നടത്തി തരുമാറാകട്ടെ. അതിനുവേണ്ടി ഒരുക്കപ്പെടുന്നവർക്കല്ല ഈ സന്നിധാനത്തിൽ സ്വാതന്ത്ര്യമായി വന്നു ചേർന്ന് തീർത്ഥാടനം നടത്തി പരമാനന്ദം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ഈശ്വരന്റെ കൂടെ തീർത്ഥാടകരായി തന്നെ മടങ്ങി ഭവനങ്ങളിലെത്തി സന്തോഷ ജീവിതം ചെയ്യുവാൻ സർവശക്തിയവരെയും അനുവദിച്ച് അനുഗ്രഹിക്കട്ടെ. ജ്ഞാനക്കണ്ണ ജ്ഞാനക്കണ്ണ ഉള്ളിൽ കളിയാടണേ, ഉള്ളിൽ കളിയാടണേ. നിഷ്കളങ്ക ജ്ഞാനസ്വരൂപനാണ്, ജ്ഞാനക്കണ്ണനായി ഓരോ ആത്മാവിലും വാഴുന്നു. ജ്ഞാനക്കണ്ണ് എന്ന് പറയുന്നത് ആത്മാവിന്റെ പ്രകാശമാണ്. ആത്മാവിൽ പ്രകാശം ഉണ്ടായിക്കഴിഞ്ഞാൽ ആത്മാവ് ആത്മാവിനെ അറിയുകയും ഈ ലോകത്തിൽ കാണുന്ന സർവ്വവസ്തുക്കളെയും തിരിച്ചറിയുകയും ചെയ്യും. അപ്പോഴാണ് നന്മ എന്താണ് തിന്മ ഏതാണ് എന്ന് മനസ്സിലാകുന്നത്.
മനസ്സിലാകും. അങ്ങനെ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള അറിവുണ്ടാകണമെങ്കിൽ അങ്ങനെ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ഉണ്ടാകണമെങ്കിൽ ജ്ഞാനക്കണ്ണ് തെളിയണം. ജ്ഞാനക്കണ്ണ് തെളിയണം. ജ്ഞാനക്കണ്ണ് തെളിയണമെങ്കിൽ ജ്ഞാനക്കണ്ണ് തെളിയണമെങ്കിൽ നന്മയിൽ കൂടി ജീവിക്കുകയും വേണം. നന്മയിൽ കൂടി ജീവിക്കുകയും. ഇതാണ് മർത്യജന്മങ്ങൾക്ക് ഒരു വിധത്തിൽ പിടികിട്ടാത്ത ഒരു കാര്യം. ഇതാണ് മർത്യജന്മങ്ങൾക്ക് ഒരു വിധത്തിൽ പിടികിട്ടാത്ത ഒരു കാര്യം. ആത്മപ്രകാശം ഉണ്ടാകാതെ ആത്മപ്രകാശം ഉണ്ടാകാതെ നന്മയും തിന്മയും തിരിച്ചറിയുകയില്ല. നന്മയും തിന്മയും തിരിച്ചറിയുകയില്ല. ആത്മപ്രകാശം ഉണ്ടാകണമെങ്കിൽ ആത്മപ്രകാശം ഉണ്ടാകണമെങ്കിൽ നന്മയിൽ കൂടി ജീവിക്കുകയും വേണം. നന്മയിൽ കൂടി ജീവിക്കുകയും വേണം. അവിടെയാണ് അവിടെയാണ് ഗുരുവിന്റെ ആവശ്യം, ഗുരുവിന്റെ ആവശ്യം, ഗുരുവിന്റെ മഹത്വം, ഗുരുവിന്റെ മഹത്വം, ഗുരുവിന്റെ പ്രാപ്തി. ഗുരുവിന്റെ പ്രാപ്തി. അവിടെയാണ് ഒരു ആത്മാവിന് സഹായമായി പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഒരു ആത്മാവിന് സഹായമായി പ്രവർത്തിക്കുന്നത്. ഗുരു പറയുന്ന അറിവുകൾ, ഗുരു കൽപ്പിക്കുന്ന അറിവുകൾ അണുവിട തെറ്റാതെ പാലിച്ച് നീ മുന്നോട്ട് ജീവിച്ചാൽ നീ ആത്മപ്രകാശത്തിന് അധികാരിയായി തീരും. അതല്ല അവിശ്വാസമാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ, സംശയങ്ങളാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ, ബുദ്ധി ഉപയോഗിച്ചതിനെ വളച്ചൊടിക്കാനുള്ള തീരുമാനമാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ആത്മപ്രകാശം ഉണ്ടാവുകയില്ല. അപ്പോ നന്മ തിന്മ തിരിച്ചറിയാനും പറ്റുകയില്ല. അപ്പോൾ ഈ ആത്മപ്രകാശത്തിൽ എത്തിക്കുവാൻ അഥവാ ആത്മബോധം ഉദയം ഉണ്ടാക്കുവാൻ ആത്മാവിനെ സഹായിക്കുവാനാണ് ഈശ്വരൻ മർത്യവേഷത്തിൽ ലോകത്തിൽ വന്ന് സദ്ഗുരുവായി വാഴുന്നു. സദ്ഗുരുവിന്റെ സാരോപദേശങ്ങൾ കൃത്യമായി മർത്യജന്മങ്ങളെ സത്യത്തിലേക്ക് എത്തിക്കുന്നു. സദ്ഗുരുവിന്റെ ഉപദേശം വഴി പോലെ സത്പന്ഥാവിൽ കൂടി നിങ്ങൾ യാത്ര ചെയ്യുവിൻ. നമ്മളെ കൃത്യമായും സത്യത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അനർത്ഥങ്ങളോട് നമുക്ക് വിരോധം ഉണ്ടാകുന്നു, അതിനോട് എതിർപ്പുണ്ടാകുന്നു. അനുദിനം അതിനോട് എതിർക്കാൻ കൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് അതിനോട് യാതൊരു പ്രതിപത്തിയും ഉണ്ടാകാതിരിക്കാനാണ്. ഒരു അനർത്ഥങ്ങളോട് നമുക്ക് ബന്ധമുണ്ടാകാതിരിക്കാനാണ്. നമ്മൾ കണ്ണുടച്ച് ചില അനർത്ഥങ്ങളെ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ കൂടെ നിന്ന് ജോലി ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒത്തു ജീവിക്കുന്ന ഒരാളോ ഒരു സുഹൃത്തോ ബന്ധുവോ ആര് തന്നെ ആകട്ടെ ഒരു അനർത്ഥം പ്രവർത്തിക്കുന്നു അത് ബോധ്യമായി കഴിഞ്ഞാൽ ആ ആളല്ലേ ചെയ്യുന്നത്, നമുക്ക് ഉണ്ടായിരുന്നാ മതിയല്ലോ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ നാളെ ഒരു സമയത്ത് നമ്മുടെ മനസാക്ഷി നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കും. നമ്മൾ പോലും അറിയാതെ ഈ പ്രവൃത്തിയിലേക്ക് നമ്മൾ ഇടപെടും. എന്നാൽ അതിനെ എതിർക്കുകയാണെങ്കിൽ, നേരിട്ട ആളുകളോട് ശത്രുതയൊന്നും തോന്നിയില്ലെങ്കിൽ പോലും ഉപദേശിച്ച് നേരെയാക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ അതിനെ ഉപദേശിക്കണം. നീ ചെയ്യുന്നത് അനർത്ഥമാണ്, നിനക്ക് അപകടമുണ്ടാക്കും, മരണമുണ്ടാക്കും, അത് നിനക്ക് നിത്യനരകം ഫലമായി കിട്ടും, അതുകൊണ്ട് നീ അതിലേക്ക് പോകരുത് എന്ന് ഉപദേശിക്കാം. പക്ഷേ ഹൃദയം കൊണ്ട് ഇയാൾ പരിപൂർണമായും അതിനെ എതിർത്തിരിക്കണം. ആ അനർത്ഥമ വഴികളെ
സഹവർത്തിത്വം വേണ്ട. ഒരു വിധത്തിൽ നമുക്ക് അനർത്ഥങ്ങളോട് സഹവർത്തിത്വം വേണ്ട. കാരണം അതിന്റെ അടുത്ത പടി അപകടമാണ്, അതിന്റെ അടുത്ത പടി അപകടം, അതിന്റെ അടുത്ത പടി മരണമാണ്. അതിന്റെ അടുത്ത പടി മരണമാണ്. അപ്പോൾ അങ്ങനെ മരിക്കാനല്ല, അങ്ങനെ മരിക്കാനല്ല, ഈശ്വരൻ ജീവന്റെ ജീവനാകുന്ന ഗുരുവിന്റെ അടുത്തേക്ക്, ജീവന്റെ ജീവനാകുന്ന ഗുരുവിന്റെ അടുത്തേക്ക് ജീവനുള്ള ജ്ഞാനം ഗ്രഹിച്ച്, ജീവനുള്ള ജ്ഞാനം ഗ്രഹിച്ച്, ജീവനുള്ള കർമ്മങ്ങൾ ചെയ്ത്, ജീവനുള്ള കർമ്മങ്ങൾ ചെയ്ത് ജീവനാഥനിലേക്ക് ചേരുവാനാണ് ആത്മാവ് ലോകത്തിൽ വന്നത്. ജീവനാഥനിലേക്ക് ചേരുവാനായിട്ടാണ് ആത്മാവ് ലോകത്തിൽ, അല്ലാതെ മരിക്കുവാനല്ല. ആത്മബോധോദയ സംഘാംഗങ്ങൾക്ക് മരണമില്ല. ആത്മബോധോദയ സംഘാംഗങ്ങൾക്ക് മരണമില്ല. ആത്മജ്ഞാനം ഗ്രഹിച്ച് ജീവിക്കുന്നവർക്ക് മരണമില്ല. ആത്മജ്ഞാനം ഗ്രഹിച്ച് ജീവിക്കുന്നവർക്ക് മരണമില്ല. ആത്മബോധം ഉദിച്ചിട്ടുള്ളവർക്ക് മരണമില്ല. ആത്മബോധം ഉദിച്ചിട്ടുള്ളവർക്ക് മരണമില്ല. അപ്രകാരം മരണമില്ലാത്ത നിത്യവസ്തുവായ ഈശ്വരങ്കിലേക്ക് നിന്റെ ആത്മാവിനെ ചേർക്കുവാൻ ആ അനർത്ഥത്തോട് അനുദിനം എത്തി ആ ഉപദേശങ്ങൾ കേട്ട് സൽപന്ഥാവിൽ കൂടി ജീവിക്കണമെന്ന് ആദ്യം പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് അനർത്ഥം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നേ വിചാരിക്കൂ. ഇപ്പോ പുതിയ തലമുറയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തിട്ട് മൊബൈൽ ഫോണിലേക്ക് അപ്ലോഡ് ചെയ്യുക, അത് കൂടുതൽ ആളുകൾ കാണുക, കൂടുതൽ ആളുകൾ അത് പകർത്തുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തോ വലിയ ഗുണമുണ്ടാകുമെന്നാണ് ധാരണ. അപ്പൊ അങ്ങനെ കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ അതിന് പ്രത്യേക പരസ്യമാണ്, അതിന് പ്രത്യേക കൂലി കിട്ടും, അതിന് പ്രത്യേക വരുമാനമുണ്ട്. അതൊക്കെ ലോകത്തിന്റെ ചില ചില മായാമാജിക്കുകളാണ്. ഇത് മായയാണ്, ഇത് കണ്ട് ഭ്രമിക്കാൻ പാടില്ല. നമുക്ക് അങ്ങനെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതല്ല, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളല്ല. അറിവോടുകൂടി ആര് ചെയ്യുന്നുവോ, അറിവോടുകൂടി എന്ത് കർമ്മം ചെയ്യുന്നുവോ അത് ഒരാളെ ഉള്ളൂ എങ്കിൽ പോലും അറിവോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്കും നമ്മുടെ പരിസരത്തും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും ഈ ലോകത്തിന് തന്നെയും ഭാഗ്യമായി ഭവിക്കും. കാരണം പണ്ടൊരു ഗ്രാമപ്രദേശത്ത് ഒരു കുടിലിൽ ഒരു സാധുവായ ഒരു കുടുംബമായിരുന്നു. അവിടെ വന്നൊരു പയ്യൻ ഒരു എഞ്ചിനീയർ പാസ്സായി. അന്നത്തെ കാലത്ത് അവിടെ ഒന്നും എഞ്ചിനീയർമാരില്ല. ആകെപ്പാടെ കാളവണ്ടി പോകുന്ന വഴികളേ ഉള്ളൂ. അന്നത്തെ ഏറ്റവും വലിയ വണ്ടിയാണ് കാളവണ്ടി. ആ വണ്ടി പോകാനുള്ള വഴികളേ ഉള്ളൂ. ഈ എഞ്ചിനീയർ പാസ്സായി, നല്ലൊരു ജോലി കിട്ടി, ഒരു കാറ് വാങ്ങിച്ചു. വീട്ടിലോട്ട് കൊണ്ടുവരാൻ ഒരു നിർവാഹവുമില്ല. അപ്പോ അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ട് ഈ റോഡിന് വീതി കൂട്ടാൻ തീരുമാനിച്ചു. അപ്പൊ കുറച്ചകത്തേക്ക് വരണം. ആ മെയിൻ റോഡിൽ നിന്ന് ഈ ഗ്രാമത്തിലേക്ക് വരണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. ആ ദൂരം അത്രയും റോഡ് വീതി കൂട്ടിയെങ്കിലേ ഈ കാർ വീട്ടിലെത്തിക്കാൻ പറ്റും. ഇവിടുത്തെ വീടുമൊക്കെ വലുതാക്കി പണിച്ചു, കാറിടാനുള്ള ഷെഡൊക്കെ ഉണ്ടാക്കി. പക്ഷേ
കാറ് കൊണ്ടുവരാൻ നിർവാഹകം. അപ്പോ നാട്ടുകാർ മുഴുവൻ എതിർത്തു. ഓ, ഞങ്ങളുടെ വസ്തു ഒന്നും തരാൻ പറ്റില്ല, ഞങ്ങളുടെ തെങ്ങ് വെട്ടാൻ പറ്റില്ല, ഞങ്ങളുടെ ബംഗ്ലാവ് വെട്ടാൻ പറ്റില്ല, മാവ് വെട്ടാൻ പറ്റില്ല, ഇയാളുടെ കാറ് കൊണ്ടുപോയത് വേറെ എവിടെങ്കിലും ഇട്ടു. ഇങ്ങനെ ആകെ വഴക്കായി. ഓ, ബഹളമായി. ഒരു നിവൃത്തിയില്ലാതായി. ഏതായാലും പോലീസുകാരുടെ സഹായത്തോടുകൂടി ഇദ്ദേഹം റോഡ് വെട്ടാൻ തന്നെ തീരുമാനിച്ചു. നാട്ടുകാരെല്ലാം എതിർത്തിട്ടും ഇദ്ദേഹം വളരെ ശക്തമായി നിന്നുകൊണ്ട് നാളെ നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യമാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഉയർന്ന പദവിയിലേക്ക് എത്തുമ്പോ ഈ റോഡ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഇപ്പോ എന്റെ കാറ് കൊണ്ടുപോകാനാണ് ഇത് ചെയ്യുന്നതെങ്കിലും നാളെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണിത്, നിങ്ങളത് സമാധാനമായി ഉൾക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരുടെ സഹായത്തോടുകൂടി ഇദ്ദേഹം ഈ റോഡ് വെട്ടി അത് നന്നായി കാറൊക്കെ ചെയ്യിച്ച് കാറ് കൊണ്ടുവന്ന് വീട്ടിലിട്ടു. എല്ലാവർക്കും എതിർപ്പാണ്. ഓ, അയാൾ എഞ്ചിനീയർ ആയതുകൊണ്ട് എന്റെ 2 സെന്റ് ഭൂമി പോയി, എന്റെ 10 മൂട് തെങ്ങ് പോയി, ഇങ്ങനെ ഓരോരുത്തരും സങ്കടപ്പെടുകയാണ്. പക്ഷേ കാലക്രമേണ ഈ ദുഃഖിച്ചവരും പരിഹസിച്ചവരും എല്ലാം മനസ്സിലാക്കി എപ്പോഴും ഒരു നാടിന്റെ നന്മയ്ക്കൊരു റോഡ് ആവശ്യമാണ്, അത്യാവശ്യമാണ്. അപ്പോൾ പല കാര്യങ്ങൾക്കും ആ ഗ്രാമത്തിൽ തന്നെ പല ആളുകളുടെയും രോഗാവസ്ഥയിൽ ഈ എഞ്ചിനീയറുടെ കാർ എടുത്തുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. അപ്പോൾ പല പ്രയോജനങ്ങളും ആ കാർ കൊണ്ട് തന്നെ ഉണ്ടായി. അപ്പോഴാണ് മനസ്സിലായത് ആളുകൾക്ക്, നാട്ടുകാർക്ക് മനസ്സിലായി എന്നും നമുക്കൊരു നല്ല റോഡിന്റെ ആവശ്യമുണ്ട്. അതുപോലെയാണ് ലോകത്തിൽ സത്യം പാലിച്ചുകൊണ്ട് ഓരോന്നും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും 100 അഭിപ്രായം അതിന് ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതൊക്കെ കണക്കാക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നന്മയിലേക്ക് എത്താൻ പറ്റുകയില്ല. ആ ഒരാൾ ശക്തമായി നിന്നുകൊണ്ട് ആ കാര്യം നിർവഹിച്ചപ്പോൾ ആ നാടിന് അത് പ്രയോജനമായി. അതിനു മുൻപ് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ അടുത്തു പോയൊരു വൈദ്യനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുകയല്ലാതെ ഒരു രോഗിയും രക്ഷപ്പെട്ട ചരിത്രമില്ല. ആ വൈദ്യം പറയും താഴെ ഇറക്കി കിടത്തിയാലെന്ന് പറയും, കാരണം തീരാറായി എന്നാണ്. അപ്പോ ഈ എഞ്ചിനീയർ സാർ വന്നതിന് ശേഷം ഈ കാറിനകത്ത് ഈ വിവരം അറിഞ്ഞാലുടൻ അദ്ദേഹം ആശുപത്രിയിൽ കൊണ്ടുപോകും. അപ്പോ ഓരോരുത്തരും അങ്ങനെ രക്ഷപ്പെടാൻ തുടങ്ങി. മരിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്ന രോഗികളെല്ലാം രക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. ഇതുപോലെ സത്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചുകൊണ്ട് സത്യസ്വരൂപൻ പ്രവർത്തിക്കുമ്പോ അത് ഏറ്റെടുത്ത് പരിപൂർണമായി കർമ്മിക്കാൻ ഒരാളെ ചിലപ്പോൾ കാണുകയുള്ളൂ. ആ ഒരാൾ മതി. ആ ഒരാൾ പരിപൂർണ ശക്തിയോടുകൂടി നിന്നാൽ മതി. ആ പരിപൂർണ ആഗ്രഹത്തോടുകൂടി നിന്നാൽ മതി. ആ പരിപൂർണ പ്രേമത്തോടുകൂടി നിന്നാൽ മതി. ആ സദ്ഗുരുവുമായി ചേർന്ന് നിന്നുകൊണ്ട് ആ ആൾ പ്രവർത്തിക്കുമ്പോ അനർത്ഥങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. കാലക്രമേണ മനുഷ്യാത്മാക്കൾക്ക് മനസ്സിലാകും, ഇതിൽ കൂടി മാത്രമേ രക്ഷ ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ തന്നെ ആദ്യകാലത്ത് ഞാനിവിടെ വരുന്ന സമയത്ത് ഈ സത്യത്തെ ഉപദേശിച്ചത് കൊണ്ട് മാത്രം അനേകം എതിരുകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അന്നും ധീരമായി നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് കോടാനുകോടി ആത്മസന്താനങ്ങളുടെ രക്ഷയ്ക്കായി ഈ സന്നിധാനത്തെ നിലനിർത്തിയിരിക്കുന്നത്. ഈ അവതാരം സംഭവിച്ചതിന് മുൻപുണ്ടായിരുന്നവരെയും ഇനിയും ജീവിച്ചിരിക്കുന്നവരെയും ഇനിയും ജനിച്ചു വരുവാനുള്ളവരെയും രക്ഷിക്കാനുള്ള ഏകമാർഗം വരുവാനുള്ളവർക്കും മുൻപേ കടന്നുപോയവർക്കും ജീവിതം
അങ്ങനെയല്ല. ഒരു കാര്യത്തെ വിലയിരുത്തേണ്ടത് അങ്ങനെയല്ല. അങ്ങനെയാണ് ലോകത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ ഗുരുനാഥൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. അറിവിൽ കൂടി ചിന്തിച്ച് നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയുടെ വഴിയിൽ കൂടി നിത്യവും സഞ്ചരിക്കാനാണ് അറിവജ്ഞനാകുന്ന ജഗദീശ്വരൻ നമ്മളെ ഉപദേശിച്ചുകൊണ്ട് കൂടെ വാഴുന്നത്. നന്മ തിന്മ തിരിച്ചറിയുക, ആത്മാവേ നിന്റെ തിന്മ പാടെ ഉപേക്ഷിക്കുക. നന്മയിൽ കൂടി വളരുവാൻ ജഗദീശ്വരന്റെ ഉപദേശങ്ങൾ ജ്ഞാനങ്ങൾ മാത്രം മതി. അപ്പോൾ അറിയിക്കുന്ന അറിവുകളെ പൂർണ്ണമായും ഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും തിന്മയുടെ പാതയിലേക്ക് പോകാൻ ഇടയാവുകയില്ല. തിന്മയുടെ പാതയിലേക്ക് പോകാത്തവർക്ക് ഒരിക്കലും അനർത്ഥം ഉണ്ടാവുകയില്ല. അനർത്ഥം ഉണ്ടാകാത്തവർക്ക് അപകടം ഉണ്ടാവുകയില്ല. അപകടം ഉണ്ടാകാത്തവർക്ക് ഒരിക്കലും മരണവും ഉണ്ടാകുകയില്ല. അപ്പോൾ നിത്യജീവന്റെ ഉടമസ്ഥനാകുന്ന നിത്യാനന്ദ സ്വരൂപത്തിലേക്ക് ചേരുവാനുള്ള ഭാഗ്യമുണ്ടാകും. അപ്പോൾ ആരാണ് അവതാരമായി വാഴുന്നത്? ആ നിത്യജീവന്റെ ഉടമസ്ഥൻ നിത്യാനന്ദൻ ഗുരു തന്നെ. Yeah.
ആത്മാവിന് മരണമില്ല. കാരണം ജനിമരണങ്ങളിൽ ഏർപ്പെടാത്ത മരണവും മാറ്റവും ഇല്ലാത്ത സർവഗുണങ്ങൾക്കും അതീതമായി നിൽക്കുന്ന നിർവികാരനും നിർമ്മലനുമായ ആ ബോധരൂപത്തിലേക്ക് ആത്മാവിനെ ചേർക്കുവാനാണ് ആത്മബോധോദയ സംഘമെന്ന സത്യാദർശത്തെ സ്ഥാപിച്ചുകൊണ്ട് ആത്മനാഥൻ ലോകത്തിൽ വാഴുന്നു. ആ അത്ഭുതമായ ലോകത്തിൽ വാഴുകയാണ്. ആ ആത്മനാഥൻ വന്ന് അവതരിച്ച് ആത്മബോധം ഉപദേശിക്കുന്നു. ആത്മബോധം ഗ്രഹിക്കുന്നവർക്കെല്ലാം ആത്മനാഥനെ കാണാൻ കഴിയുന്നു. ആത്മനാഥനോട് ചേർന്ന് രമിക്കുന്നവർക്ക് നിത്യമോക്ഷം കരസ്ഥമാകുന്നു. അങ്ങനെ ആത്മനാഥനുമായി ലയിച്ചും രമിച്ചും ജീവിക്കുന്നവരാണ് നിത്യഭാഗ്യ വഴി കാണുന്നത്. ആ നിത്യഭാഗ്യ വഴിയാണ് ആത്മബോധോദയ സംഘം. ആ നിത്യഭാഗ്യ വഴിയിലൂടെ നിത്യാനന്ദത്തിന് അവകാശികളാക്കി തീർക്കുവാൻ നിത്യാനന്ദ സമ്പൂർണനാകുന്ന ഈശ്വരൻ പ്രത്യക്ഷമായി വാഴുന്നു. ലോകത്തിൽ താൻ വാഴുന്നു. പ്രത്യക്ഷമായി വാഴുന്നു. പ്രത്യക്ഷമായി വാഴുന്നു. ലോകത്തിൽ താൻ വാഴുന്നു. പ്രത്യക്ഷമായി വാഴുന്നു. നിത്യാനന്ദം ദാനം ചെയ്യുവാൻ പ്രത്യക്ഷമായി വാഴുന്നു. അപ്രത്യക്ഷമായി ഏവരിലും ആത്മാവായി വാഴുന്നത് ഈശ്വരൻ തന്നെയാണ്. ആത്മാവായി വാഴുന്നത് ഈശ്വരൻ തന്നെയാണ്. ആ ആത്മചൈതന്യത്തെ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് പ്രത്യക്ഷതയാകുന്നത്. ആ ആത്മചൈതന്യം പുറത്തേക്ക് വരണമെങ്കിൽ ആത്മജ്ഞാനം ഗ്രഹിക്കണം. ആത്മജ്ഞാനം ദാനം ചെയ്യണമെങ്കിൽ അനുഭവജ്ഞാനിയാകുന്ന ഗുരു വേണം. അനുഭവജ്ഞാനിയാകുന്ന ഗുരു എന്ന് പറയുന്നത് സമ്പൂർണമായി നിൽക്കുന്ന സദ്ഗുരുവാണ്. സദ്ഗുരുവാണ്. ആ സദ്ഗുരുവാണ് ആ ലോകത്തിൽ ശുഭാനന്ദനാമത്തിൽ പ്രത്യക്ഷമായി വാഴുന്നത്. ആ ശുഭാനന്ദ ഗുരുദേവൻ ലോകത്തിൽ ഉദയമായി വന്നത് ആത്മലോകത്തിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. താൻ അനുഭവജ്ഞാനിയാണെന്ന് പറയാൻ കാരണം സർവസൃഷ്ടികളെയും സൃഷ്ടിച്ച് അതിൽ അധിവാസം ചെയ്ത്
സദ്ഗുരു സമ്പൂർണ്ണമായി അനുഭവിക്കാൻ. കാരണം ഓരോ ആത്മാവും ലോകത്തിൽ വന്ന് ജന്മം എടുത്തിരിക്കുന്നത് ഓരോ ആത്മാവും ലോകത്തിൽ വന്ന് ജന്മം എടുത്തിരിക്കുന്നത് കോടാനുകോടി ജന്മങ്ങളിലൂടെ കടന്നു വന്നാണ്. കോടാനുകോടി ജന്മങ്ങളിലൂടെ കടന്നു. ആദ്യമായി മനുഷ്യനായി വന്നവരാരും ലോകത്തിലില്ല. ആദ്യമായി മനുഷ്യനായി വന്നവരാരും ഈ പ്രകൃതിയിലേക്ക് ജന്മമെടുത്ത് ഈ പ്രകൃതിയിലേക്ക് ജന്മമെടുത്ത് ആദ്യം മനുഷ്യരൂപം തന്നെ കൈവരിച്ചവരാരും പ്രപഞ്ചത്തിലില്ല. ആദ്യം മനുഷ്യരൂപം കൈവരിച്ചവരാരും പ്രപഞ്ചത്തിലില്ല. അണുവായി തുടങ്ങി സർവ്വസൃഷ്ടികളിലൂടെയും കടന്നു വന്ന് ഓരോ സൃഷ്ടികളിലുമുള്ള അനുഭവങ്ങളെ അനുഭവിച്ച് അതിൽ നിന്ന് അറിവുകളെ സമ്പാദിച്ച് അങ്ങനെ അറിവിന്റെ വളർച്ചയിലൂടെ പുതിയ 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 സൃഷ്ടികളായി രൂപാന്തരപ്പെട്ട് പരിപൂർണ സൃഷ്ടിയാകുന്ന സമ്പൂർണ്ണ സൃഷ്ടിയാകുന്ന മർത്യനായി നിൽക്കുകയാണ്. പക്ഷേ ഈ നരകത്തിൽ നിന്നെടുത്ത നരശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ കോടാനുകോടി ജന്മങ്ങളിലെ ഒരു കഥകളും ഈ ആത്മാവിന് ബോധ്യമില്ല. ഒരു കാര്യങ്ങളും ബോധ്യമില്ല. പക്ഷേ ഈ ജ്ഞാനം മുഴുവൻ ആത്മാവിലുണ്ട്. അണുവായി തുടങ്ങിയ ജന്മം മുതൽ ഓരോ ജന്മങ്ങളിലൂടെയും സംഭരിച്ച അറിവുകൾ ആത്മാവിലുണ്ട്. അതുകൊണ്ടാണ് ആത്മാവായത്, അതുകൊണ്ടാണ് മർത്യനായത്. പക്ഷേ ഈ നരശരീരത്തിൽ ഈ നരക കർമ്മങ്ങൾ, ഈ ലോക കർമ്മങ്ങൾ ബന്ധിച്ചും കർമ്മിച്ചും അന്ധകാരപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ സത്യത്തെ അറിയാൻ ആത്മാവിന് കഴിയുന്നില്ല. ആ മറയൊന്ന് മാറിയാൽ, ആ മായാമറയൊന്ന് മാറിയാൽ ആ ആത്മാവിൽ കാണാറാകും. ആ മറ മാറുവാൻ ഈ ആത്മജ്ഞാനം വേണം. ആ ജഗദീശ്വരനിൽ നിന്ന് ഉദയമായി വരുന്ന ആത്മജ്ഞാനങ്ങൾ ഗ്രഹിച്ച് ജീവിക്കുന്നവർക്ക് മായാമറ മാറും. അപ്പോൾ അവരും സമ്പൂർണ്ണ ജ്ഞാനമായി മാറുകയാണ്. അങ്ങനെയാണ് പടിപടിയായി രൂപാന്തരപ്പെട്ട് ഒരു സാധാരണ മനുഷ്യൻ ഈശ്വര രൂപം ധരിക്കുന്നത്. മർത്യജന്മങ്ങൾ ഈശ്വരനാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ജഗദീശ്വരൻ കൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥിക്കുക മാത്രമല്ല, കർമ്മിക്കുക കൂടെ വേണം. അതിന് ഏതു തരത്തിലുള്ള കർമ്മമാണ് ചെയ്യേണ്ടത്? നിഷ്കാമകർമ്മം കൊണ്ടല്ലാതെ മർത്യന്റെ ദുഃഖമൊഴിയുന്നില്ല. ആർക്കും ദുഃഖമൊഴിയുന്നില്ല. നിഷ്കളങ്കരായി ജീവിക്കും മർത്യർക്ക് നിഷ്കാമകർമ്മം ചെയ്യാം. എന്നാളും നിഷ്കാമകർമ്മം ചെയ്യാം. നിഷ്കളങ്കരായി ജീവിച്ച് നിഷ്കാമ കർമ്മം ചെയ്യുമ്പോഴേ സാധാരണ മനുഷ്യൻ ഈശ്വരനായി തീരുകയുള്ളൂ. ആയിത്തീരണം. ഓരോ മനുഷ്യനും ഈശ്വരനായി തീരണം. ഓരോ ആത്മാവും ബ്രഹ്മരൂപം പ്രാപിക്കണം. ബ്രഹ്മരൂപമാക്കുവാൻ ബ്രഹ്മാവതാരമായി ലോകത്തിലിതാ ശുഭാനന്ദ നാമത്തിൽ വാഴുന്നു. അറിവിൽ കൂടി വളരട്ടെ, സൽക്കർമ്മങ്ങളിൽ കൂടി ഉയരട്ടെ. ആ ആത്മാവ് ബ്രഹ്മരൂപമായി തീരട്ടെ. ബ്രഹ്മരൂപം കാട്ടിടോ
ബ്രഹ്മരൂപമാക്കി തീർക്കുവാൻ അവതാരമായി വന്നു വാഴുന്ന ജഗദീശ്വരന്റെ ഇരു ശബ്ദങ്ങളെ ശ്രമിച്ച് ആ സർവജ്ഞാനത്തെ ഗ്രഹിച്ച് നിഷ്കളങ്കരായി ജീവിച്ച് നിഷ്കാമകർമ്മികളായി തീരുവാൻ നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കുവാനാകട്ടെ. സർവാത്മാക്കളെ അനുഗ്രഹിക്കുവാനാകട്ടെ. അതിനുവേണ്ടി ഈ നിഷ്കളങ്ക ഭക്തിയിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ, നിഷ്കളങ്കരാക്കി തീർക്കുവാൻ, ആ നിഷ്കളങ്ക ഹൃദയം തുറന്ന് ലോകത്തിലേക്ക് ദാനം ചെയ്തിരിക്കുന്ന ഉന്നതമായ സത്യ നിയമങ്ങളെ പാലിച്ചും അനുഷ്ഠിച്ചും ജീവിച്ചാൽ നിശ്ചയമായും നിങ്ങൾ നിഷ്കളങ്കരായി തീരും. അങ്ങനെ നിഷ്കളങ്കരാക്കുവാൻ വേണ്ടി ആ തിരുഹൃദയം തുറന്ന്, ആ നിഷ്കളങ്ക ഹൃദയം തുറന്ന്, ആ ജ്ഞാന ഹൃദയം തുറന്ന്, ആ ബോധ ഹൃദയം തുറന്ന്, ആ ശാന്തി ഹൃദയം തുറന്ന് ദാനം ചെയ്തിരിക്കുന്ന 12 വെള്ളിയാഴ്ച വ്രതമനുഷ്ഠിക്കുന്ന എന്റെ ജന്മസന്താനങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ആർത്തിയോടുകൂടി പ്രാർത്ഥിക്കുക. ലോകത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ മഹാമാരിയെ മാറ്റി സർവ്വസ്വാതന്ത്ര്യമായി ഈ സന്നിധാനത്തിലേക്ക് തീർത്ഥാടകരായി എത്തി ഭഗവാനെ കാണാനും അനുഗ്രഹം വാങ്ങാനും ആനന്ദം അനുഭവിക്കുവാനും ജഗദീശ്വരന്റെ കാരുണ്യം ഉണ്ടാകണമേ, സർവശക്തിയുടെ കാരുണ്യം ഉണ്ടാകണമേ, സർവലോകനാഥന്റെ കാരുണ്യം ഉണ്ടാകണമേ. സത്യശുഭാനന്ദ നമോശക്തി അടിയങ്ങൾക്ക് കൂട്ടായി നിലകൊള്ളണമേ, രാമനായി നിലകൊള്ളണമേ, സർവപ്രപഞ്ച പ്രകൃതികളും തുണയായി നിൽക്കണമേ. ആ ദൂതപരിവാരങ്ങൾ കാവലാകണമേ, ദേവീദേവന്മാർ തുണയാകണമേ, സർവ്വതും ആനന്ദമായി നടക്കണമേ എന്നോരോരുത്തരും പ്രാർത്ഥിക്കുക. ആ നിഷ്കളങ്ക ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ നിഷ്കളങ്ക ജ്ഞാനപ്രകാശം ലോകത്തിലേക്ക് പ്രകാശിച്ച് ആ ഈ അന്ധകാരങ്ങൾ മുഴുവൻ മാറി സ്വാതന്ത്ര്യമായി തീർത്ഥാടനം നടത്തുവാനും സർവശക്തിയുടെ കാരുണ്യം അനുഭവിക്കുവാനും പരമാത്മാവുമായി ചേർന്ന് ആനന്ദിക്കുവാനും ഓ സർവശക്തിയുടെ കാരുണ്യം ഉണ്ടാകും. സർവശക്തി അതിന് നിങ്ങളെ അനുഗ്രഹിക്കും. ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ, ജഗദീശ്വരൻ അനുവദിക്കുമാറാകട്ടെ, സർവലോകനാഥൻ അതിനായി നിങ്ങളെ ഒരുക്കുമാറാകട്ടെ. ഓ നടക്കാനിരിക്കുന്ന ഡിസംബർ മാസം 14-ാം തീയതി ആ വളരെ ഭക്തിയോടുകൂടി, ആ നന്മ നിറഞ്ഞ ചിന്തകളോടുകൂടി, ത്യാഗസ്മരണകളോടുകൂടി ആ ഗുരുനാഥൻ അനുഷ്ഠിച്ച മഹാതപസ്സിനെയും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഈ ആദർശത്തെ വളർത്തി ഉയർത്തിയതിനെ പറ്റിയും ആ അപ്രകാരമുള്ള ത്യാഗകർമ്മങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അന്നത്തെ ദിവസം ആത്മബോധോദയ സംഘാംഗങ്ങളെല്ലാം വ്രതമനുഷ്ഠിക്കണം. ഇത് നിർബന്ധമായും നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന വ്രതമാണ്. ഇത് ആത്മരക്ഷയ്ക്കും പാപശാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിനുമാണ്. ജന്മപാപവും കർമ്മദോഷവും ജീവനാശവും തീർത്ത് രക്ഷിക്കുവാനാണ്. അതുകൊണ്ട് ഉപേക്ഷയും കൂടാതെ ഏവരും ഈ വ്രതം അനുഷ്ഠിക്കുക. ജഗദീശ്വരൻ എല്ലായിടങ്ങളിലും ദർശിക്കട്ടെ. നിങ്ങളുടെ വ്രതാനുഷ്ഠാനങ്ങളെ ജഗദീശ്വരൻ സ്വീകരിക്കട്ടെ. ഏവരെയും ആളാമതി അനുഗ്രഹിക്കട്ടെ. സർവഭവനങ്ങളിലും ദർശിക്കട്ടെ. ശാഖാ സന്നിധാനങ്ങളിൽ ദർശിക്കട്ടെ. അവിടങ്ങളിൽ കഴിയുന്ന സന്യാസ പരമ്പരകളെ ദർശിക്കട്ടെ. കർമ്മികളായ നിലകൊള്ളുന്നവരെ ദർശിക്കട്ടെ. ഏവരെയും രക്ഷിക്കുവാൻ ജഗദീശ്വരൻ കരുണയോടുകൂടി കരുത്തോടുകൂടി